സംരംഭവേദിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ സെഗ്മെന്റ് ആയ എന്റെ സംരംഭത്തിലൂടെ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവരെ പറ്റിയിട്ടാണ് നമ്മൾ അറിയുന്നത്. ലാസ്റ്റ് സെഗ്മെന്റ് ആയ സംരംഭ സഹചാരിയിലൂടെ സംരംഭത്തെ സഹായിക്കുന്ന സർവീസുകളെ പ്രൊഡക്ട്സിനെ പറ്റിയുമാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. സംരംഭവേദിയുടെ എന്റെ സംരംഭം എന്ന സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ സെഗ്മെന്റിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ദാദ എന്ന സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറും സിംപ്ലി സംതിങ് എന്ന സംരംഭത്തിന്റെ ഫൗണ്ടറുമായ രാധിക ഗണേഷിന്റെ വിശേഷങ്ങളാണ്. നമുക്ക് രാധികയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഹായ്, എൻ്റെ പേര് രാധിക, കൊച്ചി ബേസ്ഡ് ആണ്. ആൻഡ് എനിക്കൊരു ജ്വല്ലറി ബ്രാൻഡുണ്ട്. ഞാൻ റീസെൻ്റ്ലി തുടങ്ങിയത്, ഒരു 5 മാസമായിട്ടുള്ളൂ. ഇറ്റ്സ് കോൾഡ് സിംപ്ലി സംതിങ്. എല്ലാവർക്കും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുക എന്നുള്ളത് ഇറ്റ്സ് എവ്രി വൺസ് നീഡ് നൗ അല്ലേ. സോ ഞാൻ ആലോചിക്കുമായിരുന്നു, വാട്ട് ഷുഡ് ഐ ഡു ടു ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ഇൻ മൈ ഏർലി 20s. ആൻഡ് ജ്വല്ലറി ഇസ് മൈ ഓൾ ടൈം ലവ്. സോ ഞാൻ ബ്രാൻഡ് തുടങ്ങി ആൻഡ് ഇറ്റ്സ് ഗോയിങ് ഗുഡ്. എന്തുകൊണ്ടാണ് ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് സംതിങ് ഐ ലവ് ടു ഡു. ആൻഡ് അതിനൊരു സ്പേസ് എനിക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചപ്പോൾ ഐ സ്റ്റാർട്ടഡ് ബ്രിങ്ങിങ് ഔട്ട് ജ്വല്ലറി ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടും തുടങ്ങി. ആൻഡ് സോ ഞാൻ നോക്കുന്ന ഏജ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആർ ഫ്രം 18 years to 45 to 50 years. സോ കോളേജ് ഗോയിങ് തൊട്ട് വർക്കിംഗ് വുമൺ വരെയാണ് ഞാനിപ്പോൾ നോക്കുന്ന എൻ്റെ കസ്റ്റമേഴ്സായിട്ട്. ആൻഡ് തുടങ്ങിയ 5 മാസത്തിൽ തന്നെ ഐ തിങ്ക് ഐ ഹവ് കവേർഡ് ഫ്യൂ ഓഫ് ദെം. തുടക്കത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഫ്രണ്ട്സ് മാത്രമാണ്. ആൻഡ് എല്ലാം ഒരു ലേണിങ് അൺലേണിങ് പ്രോസസ്സായിരുന്നു. അവർ പറഞ്ഞു തരും, എടാ ഇത് കൊള്ളില്ല എന്ന് പറയുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ട്. സോ പഠിക്കുക, റീകറക്റ്റ് ചെയ്യുക. ആൻഡ് അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഓഡിയൻസ് കിട്ടി തുടങ്ങിയപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ഡൂയിങ് ഗുഡ്. ഞാൻ കണ്ടൊരു ലൂപ്പ് ഹോൾ എന്താണെന്ന് വെച്ചാൽ, കുറേ ജ്വല്ലറി ബ്രാൻഡ്സ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ എല്ലാവർക്കും ഒരേ ഡിസൈൻസും ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചസും ആണ്. സോ ഐ വാണ്ടഡ് ടു ബ്രേക്ക് ദാറ്റ്. ആൻഡ് ഓരോ സ്റ്റേറ്റിലുള്ള മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് ഞാൻ സോഴ്സ് ചെയ്ത് തുടങ്ങി. ആൻഡ് എവറി പാർട്ട് ഓഫ് ഇന്ത്യ ഐ എം ട്രൈയിങ് ടു എക്സ്പ്ലോർ. ഇപ്പോൾ ഒഫീഷ്യലി വെബ്സൈറ്റ് ഇല്ല. ഹോപ്പ്ഫുള്ളി ഈ മന്ത് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പ്ലാന്. ഇപ്പോൾ ത്രൂ ഇൻസ്റ്റഗ്രാം ആൻഡ് വാട്സാപ്പ് മാത്രമാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ കസ്റ്റമേഴ്സ് ഈക്വലി, പുറത്തുള്ള ആൾക്കാർ നാട്ടിലേക്ക് അയച്ചു തന്നാൽ മതി എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് തൊട്ട് കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് വരെ കസ്റ്റമേഴ്സാണ്. ഞാൻ സേവ് അപ്പ് ചെയ്യാം, സാലറി ക്രെഡിറ്റ് ആകുമ്പോൾ തന്നെ മേടിക്കാമെന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ആൻഡ് ഐ എം സോ ഹാപ്പി. ഈ ബ്രാൻഡ് നെയിം തൊട്ട് ലോഗോ ക്രിയേഷൻ തൊട്ട് ആൾക്കാർ കാണുമ്പോൾ ജ്വല്ലറി സെല് ചെയ്യുന്നു ഇൻസ്റ്റഗ്രാമിൽ മാത്രമേ കാണുന്നുള്ളൂ. സോ ഒരു ബ്രാൻഡ് നെയിം വയ്ക്കുക, അതിൻ്റെ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ അകത്ത് വരുന്ന കൺഫ്യൂഷൻസ് ആയിക്കോട്ടെ, ട്രേഡ് മാർക്ക് ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്, അതിനെക്കുറിച്ചൊക്കെ വായിക്കുക, എവിടുന്ന് പറ്റിക്കപ്പെടാണ്ട് നല്ല ഡീലേഴ്സിനെ കണ്ടുപിടിക്കുക, ആൻഡ് അതിനെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുക. സെൽഫ് ഡൗട്ട്, സെയില് വരാത്ത ദിവസങ്ങൾ ഒക്കെ ഉണ്ട്. ഇറ്റ്സ് എ പ്രോസസ് ഓൺ ഇറ്റ്സ് ഓൺ, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് പേയിങ് ഓഫ്. ആ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് സാധനം. സോ ഐ ഹാഡ് എ പേർപ്പസ് ഡൂയിങ് ദാറ്റ്. കുറേ പേർക്ക് ഇൻസ്റ്റഗ്രാമിൽ പേജ് ഉള്ള പോലെ കുറേ കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് കുറേ ഫേക്ക് പ്രൊഫൈൽസിൽ അവരുടെ കാശ് വേസ്റ്റായി പോയത് പറഞ്ഞിട്ടുണ്ട്. So I wanted to let people know we are genuine and we exist and this is what we are providing as a brand എന്നുള്ളത് ആൾക്കാർക്ക് അറിയിക്കണം എന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് പോയി നിന്നതും. ആൻഡ് ഇത്രയും വൈറലാവുമെന്ന് പ്രതീക്ഷിച്ചല്ല ചെയ്തത്, ബട്ട് ഐ എം സോ ഹാപ്പി ഇറ്റ് ഡിഡ്. ഇനീഷ്യലി നല്ല പേടിയായിരുന്നു. ദെൻ ആരും വരുന്നുണ്ടായിരുന്നില്ല. ഒരു 3 hours 2 hours നിൽക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് അല്ലാണ്ട് ആൾക്കാർ വരും പോവും. ആൻഡ് ആ 1-2 കസ്റ്റമേഴ്സ് വരുമ്പോഴായിരിക്കും ആ ക്രൗഡ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്. സോ വെൻ പീപ്പിൾ കം, ആൾക്കാർക്ക് സാധനം ഇഷ്ടപ്പെടുന്നുണ്ട്, ബട്ട്
സോ സെൽഫ് ഡൗട്ട് പാടില്ല, ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് ആണ് സെല് ചെയ്യുന്നതെന്നുള്ള കോൺഫിഡൻസോടെ യു നീഡ് ടു അപ്രോച്ച് ദ കസ്റ്റമേഴ്സ് ആൻഡ് അത് കസ്റ്റമേഴ്സിന് ബോധ്യപ്പെടുമ്പോൾ ദേ അക്സെപ്റ്റ് ഇറ്റ് വിത്ത് ഫുൾ ഹാൻഡ്സ്. സോ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനെയും ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ട് ഒരു 150 തൊട്ട് 1500 ആ റേഞ്ചിലുള്ളാണ് പ്രോഡക്ട്സ് ഒക്കെ മോസ്റ്റ്ലി ഇപ്പോൾ സെല് ചെയ്യുന്നത്. സീസണൽ ഉണ്ട് എന്നുള്ളത് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, പക്ഷേ അതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഓരോ ക്ലൈമറ്റ് മാറുന്നത് പോലെ ഞാൻ ജ്വല്ലറീസ് മാറ്റാൻ നോക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വരുന്നത് സമ്മർ സീസൺ ആണ്. സമ്മറിൽ കൂടുതലും ആൾക്കാർ കോട്ടൺ അല്ലെങ്കിൽ അജ്രക് ടൈപ്പ് ഓഫ് ഡ്രസ്സസ് എല്ലാം ഇടുന്നത്. അതിന് മോസ്റ്റ്ലി ദേ വിൽ ബി ഗോയിങ് ഫോർ ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ്. സോ അത് ഞാൻ ആ സീസണിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും. ആൻഡ് അടുത്തത് വരുന്ന വിഷു ആണ്, അപ്പോൾ ട്രഡീഷണൽ ഫോക്കസ് ചെയ്യും. സോ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് ഡിസംബർ ടൈമിലൊക്കെ ആണെങ്കിൽ കൂടുതലും ആൻറ്റി ടാർണിഷ് ലൈക്ക് എപ്പോഴും ഉണ്ട്, അവൈലബിൾ ആണ്. പക്ഷേ സീസണൽ വൈസ് നോക്കുവാണെങ്കിൽ ദീസ് ആർ ദ തിങ്സ് ഐ എം ലേണിംഗ്. ഞാൻ ഇതുവരെ സെർച്ച് ചെയ്തിട്ടുള്ളതിൽ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ഫോർ മെൻ എനിക്കിതുവരെ സോഴ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ കുറേ അന്വേഷിച്ച് നടന്നു. വളരെ സിമിലർ ടിപ്പിക്കൽ പാറ്റേൺസ് ആണ് കാണുന്നത്. അങ്ങനെ അതെൻ്റെ ബ്രാൻഡിൽ ലോഞ്ച് ചെയ്യണമെന്ന് താല്പര്യവും ഇല്ല. സോ സമയമെടുത്തോട്ടെ, പക്ഷെ നല്ലത് കൊണ്ടുവരട്ടെ. കോമൺ ആയിരിക്കണം, കോമൺ വേർഡ് ആയിരിക്കണം, ആൾക്കാർക്ക് പെട്ടെന്ന് മറന്നു പോകാൻ പാടില്ലാത്തൊരു കൈൻഡ് ഓഫ് വേർഡ് ആയിരിക്കണം, പ്രൊനൗൺസ് ചെയ്യാൻ പറ്റണം. സിംപ്ലി സംതിങ് ഇസ് ലൈക്ക് ഒരു എന്താ പറയുക, ഇറ്റ്സ് ലൈക്ക് എ റൈമിങ് വേർഡ്. ആൻഡ് അത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു നൈസ് നെയിമായിട്ട് ഡിഫറെൻ്റ് ആൻഡ് യുണീക്കായിട്ട് തോന്നി. അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. സോ നമ്മുടെ കയ്യിലുള്ള പകുതി പ്രോഡക്ട്സ് പോലും ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ദിസ് ഈസ് നമ്മളെ ട്രഡീഷണൽ ജ്വല്ലറിയിൽ വരുന്ന ഇളക്കത്താലി. ഇപ്പോൾ ഭയങ്കര പോപ്പുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ട്രഡീഷണലിൽ വരുന്ന ആർട്ടിഫിഷ്യൽ ഡയമണ്ട് AD സ്റ്റോൺ വരുന്ന ഒരു ഡയമണ്ട് ലുക്ക് അലൈക്ക് സെറ്റാണിത്. ആൻഡ് ഇവിടെ ഫുൾ ആൻറ്റി ടാർണിഷ് കളക്ഷൻസ് ഉണ്ട്. നല്ല കുറച്ചുകൂടി ഹെവിയറായിട്ട് പോകണമെങ്കിൽ ഹാരംസ് ഉണ്ട്, മാങ്ങാമാലയുണ്ട്. ആൻഡ് അതിൻ്റെ വേരിയൻസ് കുറേ നമുക്കിവിടെ ഉണ്ട്. ആൻഡ് ഓക്സിഡൈസ്ഡിൽ വരുമ്പോൾ ഇവിടെ ഫുൾ നമുക്കുള്ള യുണീക്ക് ഡിസൈൻസിലുള്ള ബ്രാസ് ബേസ്ഡ് സിൽവർ ജ്വല്ലറി ഉണ്ട്. ഇതൊക്കെയാണിത്. ആൻഡ് ഇപ്പോൾ കുറേ എൻക്വയറി വന്നത് കാരണം ഇന്ന് നമുക്ക് സ്റ്റോക്ക് വന്നതാണ്. ഇത് ഫുൾ ആങ്ക്ലെറ്റ്സ് ആണ്. സോ ഓരോ ഡിസൈൻസ്, ഓരോ പാറ്റേൺസ്, ഓരോ റേഞ്ചസിൽ അവൈലബിൾ ആണ്. ദെൻ ഈക്വലി നമുക്കിപ്പോൾ എൻക്വയറി വന്നത് നോസ് പിൻസ് ആണ്. സോ അത് സെക്കൻഡ് സ്റ്റഡായിട്ടും ഇടാം, അല്ലെങ്കിൽ നോസ് പിൻസായിട്ടും ഇടാം. സോ അതിനുള്ള റേഞ്ചസ് ആണ് അതൊക്കെ. ആൻഡ് ട്രഡീഷണൽ ഇയറിംഗ്, പുതിയ ഇന്നലെ സ്റ്റോക്ക് വന്ന ആൻറ്റി ടാർണിഷ് നെക്ലസസ് 316 സ്റ്റെയിൻലെസ് സ്റ്റീൽ. ആൻഡ് ഇതൊക്കെ ബാക്കിയുള്ള നെക്ലസസ്. ഞാൻ എപ്പോഴും ഒരു മാലയുടെ റീലൊക്കെ ഇടുമ്പോൾ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നത് മാലയല്ല, എൻ്റെ മൂക്കുത്തിയാണ്. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ദർ ഈസ് ആക്ച്വലി ഡിമാൻഡ് ഫോർ മൂക്കുത്തി. ആൻഡ് അതേപോലെ കാലിലെ പാദസരത്തിനും അത്ര എൻക്വയറി വരുന്നുണ്ട്. സോ ഫുൾ നോക്കി അന്വേഷിച്ച് ഞാൻ കുറച്ച് പീസസ് നല്ല ക്വാളിറ്റിയിലുള്ളത് കൊണ്ടുവന്നപ്പോഴത്തേക്കും എനിക്ക് ഒരു ദിവസം വന്നത് 15 to 20 ഓർഡറാണ്. ആൻഡ് ദാറ്റ്സ് വെൻ ഐ റിയലൈസ് ദാറ്റ് ചെറിയ സാധനത്തിന് നമുക്ക് ഇത്രയും വലിയ ഇമ്പാക്റ്റ് നമ്മളുടെ ബിസിനസ്സിന് ഫിനാൻഷ്യലിയും പ്രൊഫഷണലിയും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളത്. സോ ഡോണ്ട് ടേക്ക് സ്മോൾ തിങ്സ് ഫോർ ഗ്രാൻറ്റഡ്. ദാറ്റ് ഈസ് വൺ തിങ് ഐ ലേൺഡ് ഇൻ ബിസിനസ്. ആൻഡ് എൻ്റെ വീട്ടിൽ ഐ ആം ദ ഓൺലി വൺ ഹു ഹസ് സ്റ്റാർട്ടഡ് ഡൂയിങ് ബിസിനസ്. എല്ലാവരും ഒന്നല്ലെങ്കിൽ ലോയേഴ്സോ എൻജിനീയേഴ്സോ അല്ലെങ്കിൽ അക്കൗണ്ടൻസോ അങ്ങനത്തെ മേഖലയിലാണ്. ഞാൻ തുടങ്ങിയത് എനിക്ക് ഫിലിമിൽ ആക്ടിങ് അല്ലെങ്കിൽ ഡയറക്ഷനിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അവിടെ പോയി ഒരു 3 years വർക്ക് ചെയ്തു, ഒരു ഫിലിം അസിസ്റ്റ് ചെയ്തു. ബട്ട് ഐ ഹാഡ് ടു കം ബാക്ക് ഹോം ഫോർ പേഴ്സണൽ റീസൺസ്. അങ്ങനെ വന്നതിന് ശേഷം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ല. പുറത്തു പോകുമ്പോൾ ഒരു സാധനത്തിന് കാശ് കൊടുക്കാനില്ലെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതൽ റീസണിങ് നമുക്ക് വേറെ ഒന്നും വരില്ല. അത് ആണോ പെണ്ണോ, എനി വൺ ഫോർ ദാറ്റ് മാറ്റർ. സോ എനിക്ക് ഏറ്റവും accessible ആയിട്ട് ഈസി ആയിട്ടുള്ളത് എന്താണോ ഐ ചോസ്. ആൻഡ് ജ്വല്ലറി വാസ് ദ തിങ് ഫോർ മീ. ആൻഡ് അവർ പറയുന്നു ഇവർ പറയുന്നു എന്നൊന്നുമല്ല. ഇഫ് യു ആർ ഷുവർ അബൌട്ട് വാട്ട് യു വാണ്ട്, ഐ തിങ്ക് യു ഷുഡ് ഗോ ഫോർ ഇറ്റ് ആൻഡ് കിൽ ഇറ്റ്.
എനിക്കെൻ്റെ ജ്വല്ലറി ബിസിനസ് കരിയറിൽ മാത്രമല്ല, എൻ്റെ ഫിലിം കരിയറിലും എന്നെ സോഷ്യൽ മീഡിയ മാത്രമാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് എനിത്തിങ് ഫോർ ദാറ്റ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ജ്വല്ലറി മേടിക്കുന്ന ആരെയും ഞാൻ നേരിട്ട് കണ്ട ആൾക്കാരല്ല. തുടക്കത്തിൽ ഫ്രണ്ട്സ് വളരെ സപ്പോർട്ടീവാണ്, പക്ഷെ എത്ര ദിവസം ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്നതും ആൾക്കാർ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നതുമാണ്. ആൻഡ് അവർ കാരണമാണ് ഇപ്പോൾ എനിക്ക് ഈ ഉള്ള കാർപ്പറ്റും ഈ കേർട്ടനൊക്കെ മേടിച്ചിടാൻ പറ്റുന്നത് തന്നെ. ആരൊക്കെയോ എന്നെ ട്രസ്റ്റ് ചെയ്ത് അവർ കാശിടുന്നതുകൊണ്ട് തന്നെയാണ്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഓൾ ഓഫ് ദം. ഇതിൽ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സ് കഴിഞ്ഞിട്ട് കസ്റ്റമേഴ്സ് തന്നെയാണ്. ആസ് ഇൻ ദ ലോയൽ വൺസ്. പുറത്തുള്ള ആൾക്കാരാണ്, ആൻഡ് ബട്ട് സ്റ്റിൽ ഒരു മാസം മിനിമം 2-3 പ്രാവശ്യം പർച്ചേസ് ചെയ്യും. ആൻഡ് അവർ നമുക്ക് റെസ്പോണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു കസ്റ്റമർ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്ന പോലെ അവർ നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് എൻ്റെ സർവീസ് ഇഷ്ടപ്പെടുന്നുണ്ട്, ആൻഡ് ഇവിടുന്ന് തന്നെ മേടിക്കുന്നുള്ളൂ. എൻ്റെ കൂടെ ഉള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന്. ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ മൗത്ത് ടു മൗത്ത് കോൺവെർസേഷൻ വരിക എന്നുള്ളത് ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എന്താ പറയുക ലവ് ഐ ഹവ് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ. പിന്നെ ഈ ബ്രാൻഡ് തുടങ്ങുന്നതിന് ഇനീഷ്യൽ ക്യാപിറ്റലായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എനിക്ക് ആൾക്കാരോട് ഹെൽപ്പ് ചോദിക്കാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. ആൻഡ് എങ്ങനെ സോഴ്സ് ചെയ്യും, ഏറ്റവും മിനിമം എമൗണ്ട് മതി. ആൻഡ് ഞാനപ്പോൾ ആലോചിച്ചപ്പോൾ ഐ ഹാഡ് ടു, എൻ്റെ കമ്മൽ ഞാൻ സെല് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നത്. ബിക്കോസ് കുറേ ഡീലേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു 10,000 ഒക്കെ ആയിരിക്കും മിനിമം ഓർഡർ ക്വാണ്ടിറ്റി. അങ്ങനെ പെട്ടെന്ന് എടുക്കാനും നമ്മളുടെ കയ്യിൽ കാശുണ്ടാവില്ലാത്ത സമയത്ത് ദിസ് ഇസ് വാട്ട് ഐ ഡിഡ്. ഞാനിത് പ്രൊമോട്ട് ചെയ്യുകയല്ല, എല്ലാവരും കമ്മൽ വിൽക്കുക എന്നല്ല ഞാൻ പറയാതെ, പക്ഷേ എൻ്റെ നീഡിന് അതാണ് എന്നെ സേവ് ചെയ്തത്. ബിസിനസ് പ്രോഫിറ്റബിൾ ആണ് ഇഫ് യു ഹാവ് ദ റൈറ്റ് ഡീലർ. നല്ലൊരു മാനുഫാക്ചറർ ഒരു ബാക്ക് ബോണാണ് ഒരു ബിസിനസ്സിൻ്റെ. അത് പുറത്ത് ആൾക്കാർ കാണുന്നില്ലെങ്കിലും അവർ എത്രയാണ് എമൗണ്ട് നമുക്ക് കോട്ട് ചെയ്യുന്നോ അതിൻ്റെ എങ്ങനെയാണ് ബെസ്റ്റ് നമുക്ക് കസ്റ്റമേഴ്സിന് ഗുഡ് പ്രൈസിങ് ഗുഡ് ക്വാളിറ്റിയിൽ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് ലക്കിലി ഐ ഹാവ് ഫൗണ്ട് മൈൻ. പിന്നെ ഞാൻ കേട്ടിട്ടുള്ള കാര്യം അല്ലെങ്കിൽ അറിയുന്ന കാര്യം അല്ലെങ്കിൽ ഞാൻ തന്നെ മുന്നേ ചെയ്തിട്ടുള്ളതാണ് ദാറ്റ് നമ്മളുടെ അടുത്തുള്ള മാർക്കറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോൾസെയിൽ മാർക്കറ്റ് എന്നുള്ളൊരു സ്പേസ് ആയിക്കോട്ടെ, അവിടെ നമ്മൾ ആദ്യം നോക്കില്ല. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ബാംഗ്ലൂരോ ബോംബെയോ. അത് നല്ലത് അല്ല എന്നല്ല, ഇറ്റ്സ് നോട്ട് ബാഡ് എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ഒരു ട്രൈ ചെയ്യുക, നമ്മളുടെ മാർക്കറ്റിലും പോയി എക്സ്പ്ലോർ ചെയ്യുക. ഇവിടെയും കുറേ ഹോൾസെയിലേഴ്സ് നല്ല എമൗണ്ടിന് നമുക്ക് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്, നാട്ടിൽ തന്നെ. അത് നിങ്ങളുടെ നാട്ടിലായിക്കോട്ടെ എവിടെയോ ആയിക്കോട്ടെ. സോ ട്രസ്റ്റ് ദെം ഫോർ വൺസ് ആൻഡ് മേ ബി യു വിൽ ബി സർപ്രൈസ്ഡ്. പൊതുവേ ഹോണസ്റ്റ്ലി ഐ ബിലീവ് ദാറ്റ് ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ളത് എപ്പോഴും നല്ലതാണ്. അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ തുടങ്ങിയത് സിനിമയിലാന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ. ഫാമിലിയിലെ ആൾക്കാർ എപ്പോഴും വേണ്ട ചെയ്യണ്ട എന്ന് പറയുമ്പോഴും എൻ്റെ അടുത്ത് ഇത് ചെയ്യരുത് ഇത് ചെയ്യണ്ട എന്നൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എനിക്കൊരു ഫ്രീഡം തന്നു എന്നുള്ളതാണ് എനിക്കതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു, അൺലേൺ ചെയ്തു, മിസ്റ്റേക്സ് ചെയ്തു, പഠിച്ചു. ആൻഡ് ഒരു പ്രാവശ്യം പോലും ഒരു 24-25 വയസ്സായപ്പോൾ പോലും നിൻ്റെ കയ്യിൽ ഇത്രയും കാശില്ലേ, നീ കാശുണ്ടാക്കാൻ തുടങ്ങിയില്ലേ എന്നെൻ്റെ അടുത്ത് അച്ഛൻ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടായേനെ. ബട്ട് ആളുടെ ഏജിന് ആളെന്നെ മനസ്സിലാക്കി എന്നെ ഇന്നും ഇവിടെ ഒരു റൂമിൽ എനിക്ക് 29ാമത്തെ വയസ്സിൽ ഇഫ് ഐ എം ഏബിൾ ടു ഡു മൈ തിങ്സ് മൈ സെൽഫ്, അച്ഛൻ്റെ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്കിത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ആളുടെ കോൺട്രിബ്യൂഷൻ സൈലൻ്റ് ആണെങ്കിലും ഇറ്റ്സ് വേ മോർ ദാൻ ഐ ക്യാൻ ആസ്ക് ഫോർ. രാധിക വളരെ ബോൾഡ് ആൻഡ് ഈ ബിസിനസ്സിലേക്ക് വളരെ ഇൻവോൾവാണ്. നല്ല രീതിയിൽ ആരുടെയും സഹായമില്ല, ഒറ്റയ്ക്ക് രാധികയുടെ ഒരു ഫ്രണ്ടും 2-3 ഫ്രണ്ട്സായിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്നല്ല, ഞാനിതകത്തൊന്നും ചെയ്യുന്നില്ല. ബട്ട് ഷീ ഈസ് വെരി ആക്റ്റീവ് ആൻഡ് വളരെ ഇതായിട്ടുള്ള നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തിൽ
വെരി വെരി ഹാർഡ് വർക്കിംഗ്. ഞാൻ കൊച്ചിയിൽ ഒരു ഫിലിം സ്കൂളിൽ എൻ്റെ ആക്ടിങ് ആൻഡ് ഡയറക്ഷൻ കരിയർ പഠിച്ചിട്ട് നേരെ പോയത് ചെന്നൈയിലേക്കാണ്. ഞാൻ മദ്രാസ് എന്നാണ് വിളിക്കുക. അവിടെ ഐ ഫൗണ്ട് എ ഗ്രൂപ്പ് ഓഫ് യങ് ടാലൻറ്റഡ് സിനിമയിലേക്ക് കയറണം എന്നുള്ള ആഗ്രഹമുള്ള കുറച്ച് ആൾക്കാർ. ആൻഡ് ഞങ്ങളൊരു ഫിലിം എടുത്തു ആൻഡ് ഇറ്റ്സ് കോൾഡ് ഡാഡ. 2023 പടം റിലീസായത്. അന്ന് തൊട്ടേ എനിക്ക് സിനിമയുടെ കാര്യങ്ങൾ എല്ലാം ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ്. ലെറ്റ് ദാറ്റ് ബി സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഓർ ഡയറക്ഷൻ ഓർ ആക്ടിങ്. ഇത് മൂന്നിലും ഞാൻ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. ഞാൻ ബിസിനസ്സിൻ്റെ കാര്യം വരുമ്പോൾ സോഷ്യൽ മീഡിയയിലാണ് നമ്മളുടെ ഒരു ബ്രാൻഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് 2026 ദർ ഇസ് എ നോൺ നെഗോഷ്യബിൾ ദാറ്റ് യു ഹാവ് ടു മേക്ക് റീൽസ്. ദർ ഇസ് നോ അതർ വേ. സോ ആ കാര്യത്തിൽ വെൻ ഐ എം റൈറ്റിംഗ് മൈ സ്ക്രിപ്റ്റ്സ് അതിൻ്റെ ഒരു ചെറിയ ഇൻഫ്ലുവൻസ് എപ്പോഴും എൻ്റെ റീലിൻ്റെ കണ്ടൻറ് ക്രിയേഷനിൽ എപ്പോഴും ഉണ്ടാവും. ആ ഒരു റീല് ഞാനൊരു സ്റ്റോറി ടെല്ലിങ്ങിലൂടെ എൻ്റെ ഒരു പുറത്ത് പോയ റീല് പറഞ്ഞപ്പോഴാണ് ഓൾമോസ്റ്റ് 700K ഫോളോവേഴ്സ് അതിന് വ്യൂവർഷിപ്പ് കിട്ടിയതും. ആൻഡ് അത് സിനിമയിൽ ഉള്ള ഒരു സ്റ്റോറി ലൈൻ പഠിക്കാൻ പറ്റുക എന്നുള്ളത്, അല്ലെങ്കിൽ എനിക്കിത് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ടില്ല. ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഡൂ ഇറ്റ്. മെസ്സേജ് കൊടുക്കാൻ ഒരു 5 മാസത്തിൽ ഹോണസ്റ്റ്ലി ഞാൻ ആരും ആയിട്ടില്ല. ബട്ട് വാട്ട് ഐ ഫീൽ ഇസ് നല്ല തൊലിക്കട്ടി വേണം. ആൻഡ് ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് ടു സീരിയസ്ലി. ആൻഡ് നിങ്ങളുടെ പ്രോഡക്ട്സിൽ ആ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ട്രസ്റ്റ് അത് നിങ്ങൾ ഉണ്ടാക്കുക ഫോർ യുവർ സെൽഫ്. ആൻഡ് ഗുഡ് മാർക്കറ്റിംഗ് അത് നിങ്ങളുടെ സ്കില്ലാണ്. സോ ഐ തിങ്ക് ദീസ് ആർ ദ തിങ്സ് ബേസിക്കായിട്ട് നമുക്ക് അറിയേണ്ടതും ചെയ്യേണ്ടതും. ആൻഡ് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. 4 ദിവസം ഓർഡർ കിട്ടി, 5-ാമത്തെ ദിവസം ഓർഡർ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഡെസ്പ് അടിച്ചിരുന്ന് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ഡസൻറ്റ് വർക്ക് ലൈക്ക് ദാറ്റ്. ഇല്ലെങ്കിൽ അടുത്ത പണി ചെയ്യുക, പോവുക, മൂവ് ഓൺ. ആൻഡ് ഐ തിങ്ക് that has saved me from a കുറേ mental breakdown and all of that. അപ്പോൾ രാധിക ഗണേഷിന്റെ സിംപ്ലി സംതിങ്ങിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സെഗ്മെന്റ് ആയ സംരംഭ സഹചാരിയിലേക്ക് പോകാം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.